സീസൺ 5 വേദിയിൽ അരങ്ങേറുന്ന മനോഹര നിമിഷങ്ങൾ കാണാം. ശ്രീകുട്ടനങ്ങൾ എങ്ങനെ പാടിയിരിക്കുന്നോ അങ്ങനെ തന്നെ പാടിയല്ലോ. ബ്ലാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത്. വേദിയിൽ അരങ്ങേറി നിഹാരിയുടെ അതിമനോഹരമായ പ്രകടനം കാണാം. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഡാൻസ് സ്റ്റെപ്സും നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. തുടർന്നും രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. വേദിയിൽ മനോഹര ഗാനവുമായി അർജിത എത്തും. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് പാടിയതിൽ. ഇതേ കോൺഫിഡൻസ് കളയല്ലേ കേട്ടോ. മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ ഗാനം അതിമനോഹരമായി ആലപിച്ചുകൊണ്ട് ആര്യൻകുട്ടൻ എത്തുന്നു. ഇതുപോലെ ഉണ്ടാവാൻ കിട്ടാൻ എല്ലാവരും ആഗ്രഹിച്ചു. അച്ഛനോട് ഞാൻ പറയാം, ഇനിയും വലിയൊരു ഗായകനായി വരട്ടെ ആര്യൻകുട്ടൻ. ആലാപനം ചെയ്യുന്ന നല്ല രീതിയിലെ കമന്റുകളാണ് വിധികർത്താക്കൾ നൽകിയത്. എപ്പോഴത്തെ പോലെ ആര്യൻകുട്ടൻ സൂപ്പർ സ്റ്റാർ. ഒരു മഹാലക്ഷ്മിയുടെ അനുഗ്രഹം. മലയാളി മനസ്സുകൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങളാണ് കുട്ടിത്താരങ്ങൾ ആലപിക്കുന്നത്. രണ്ടുപേരുടെ ശബ്ദം കേൾക്കാൻ നല്ല സുഖമുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഗതീസ് ഉണ്ട് അതിനകത്ത്, അതെല്ലാം വളരെ ഗംഭീരമായിട്ട്. വേദി ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി? വേദിയിൽ മനോഹര ഗാനവുമായി ദേവദർശ് എത്തുന്നു. വേദിയിൽ മനോഹര ഗാനവുമായി ശിവശങ്കർ എത്തുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എടാ, നീ ഒരു കഥയില്ലാത്തവനായി പോയല്ലോ. ശിവശങ്കരന്റെ കഥകൾക്കല്ല, പാട്ടിന് 100-ൽ 100. വേദിയിൽ അതിമനോഹര പ്രകടനം കാഴ്ചവെച്ച 100-ൽ 100 മാർക്കാണ് താരം നേടിയത്. അനുകരിക്കാം, ആ നിമിഷങ്ങളെ ആസ്വദിക്കാം. വിധികർത്താക്കൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയി. കട്ടിയുള്ള പാട്ട് എടുത്തോണ്ട് വരികയും ചെയ്യും, നന്നായിട്ട് പാടുകയും ചെയ്യും. തുടക്കം മുതൽ അവസാനം വരെ ആ കൺസിസ്റ്റൻസി നിലനിർത്തി. വേദിയിൽ മനോഹര ഗാനവുമായി ഋതുവീണ എത്തുന്നു.